എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈഗോ സ്റ്റാർട്ടാവും കേട്ടോ. അതെൻ്റെ ഒരു പോരായ്മയായിരിക്കാം. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കാറുമില്ല കേട്ടോ. എന്തോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ സൈറ്റിലെ മേശം പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇത് നീ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. ഞാൻ പറഞ്ഞ് പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, ഇത് ഭയങ്കര പാടാണ്, ഭയങ്കര ഡിസൈൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ചെയ്തു നോക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, ഞാനൊന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ് കേട്ടോ. പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ഞാൻ തണലത്തായിരുന്നു. തണലത്ത് നിന്ന് പെട്ടെന്ന് വെയിലത്തോട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ പ്രൊട്ടക്ഷനും നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ നോക്കേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ചു കേട്ടോ. എനിക്ക് വലിയ വൃത്തികരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പുള്ളിക്കാരനെ പറഞ്ഞു കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആദ്യമായതുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന അത്രയും ഒരു ഫിനിഷിങ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കില്ലായിരിക്കും. എന്നാലും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ അങ്ങോട്ട് വർക്കായപ്പോൾ സമയത്ത് എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചില്ല. എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ, നമ്മളെ മേശൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇതാണ്. പുള്ളിക്കാരൻ പ്രൊഫഷണൽ പണിക്കാരനാണല്ലോ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. എന്നാലും ഉപ്പിലിട്ട ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു.